ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ പലരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ലുലു മോളിൻ്റെ. വളരെ യാദൃശ്ചികമായിട്ടാണ് പോകാൻ പറ്റിയത്. തുടക്കം മുതൽ തന്നെ ഭയങ്കര ഒരു മായാലോകം എന്ന് തന്നെ പറയാം. അതായത് ഈ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തൊട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഏകദേശം 3500 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ഫെസിലിറ്റിയാണ് അവിടെയുള്ളത്. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേ വണ്ടി എവിടെ ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലായത് എഫിലാണ് വണ്ടി കിടക്കുന്നത്. കാരണം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇറങ്ങിയത് എക്കകത്തായിരുന്നു. അപ്പൊ ആ വീഡിയോ ഉള്ളത് ഒരു കാര്യമായി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഊപ്പോട് വന്നേനെ വണ്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോകണം ഏത് ബ്ലോക്കിലാണെന്ന് കേട്ടോ. ഞങ്ങളുടെ ലുലു മോളിനകത്ത് കയറി ഒരു മായാ ലോകമാണ് കേട്ടോ. എവിടെ തുടങ്ങണമെന്ന് ഒന്നും അറിയത്തില്ല. വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിതിനകത്ത് കയറി ഉടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടുത്തേക്ക് മോളിൻ്റെ ഓർമ്മ വരുന്നത്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് അതിനേക്കാൾ വലുതാണ്. പക്ഷേ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ സെയിം ആണ്. ബിഗ് ബസാറിൽ പോകുന്നേ, ഷോപ്പർ സ്റ്റോപ്പിൽ പോകുന്നേ, നമ്മുടെ നിർമ്മൽ ലൈഫ് സ്റ്റൈലിൽ പോകുന്നതൊക്കെ ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടക്കുക എന്തെങ്കിലുമൊക്കെ വരും കാണുന്നെങ്കിൽ നിങ്ങളെയും കാണിക്കാം. പോട്ടെ, വാ, ഒരുമിച്ച് വാ. ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള എല്ലാവരും, കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ലുലു മാൾ ഒന്ന് കാണണം എന്നുള്ളത്. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. നല്ല സ്പേസ് ഉണ്ട്. എത്ര ആളുകൾ വന്നാലും ആ കൺജസ്റ്റായിട്ട് ഫീൽ ആവത്തില്ല. എത്ര പേരുണ്ടെങ്കിലും, ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ഏരിയ ഇത്രയും ഉള്ളത് കൊണ്ട് ഒരു കൺജസ്റ്റായിട്ട് തോന്നത്തേയില്ല നമുക്ക്. എനിക്ക് ഒരു അബദ്ധം പറ്റിയത്, എനിക്ക് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കയറേണ്ടത്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യം അത് താഴെയാണെന്നുള്ളത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പോലും. ഞങ്ങൾ ആദ്യം നിന്നത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലായിരുന്നെന്ന്. ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് വായിക്കാൻ വിട്ടുപോയി എന്നതാണ് സത്യം. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. വെറുതെ ഇങ്ങനെ ദിശേറിയാതെ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ. പെട്ടെന്ന് പോയി വരാന്നുള്ള ചിന്തയോടെ ആരും പോവല്ലേ. കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും അവിടെ ചെലവഴിക്കത്തക്ക രീതിയിൽ തന്നെ പോകണം. ഞങ്ങൾ ഇപ്പോഴേ ലുലുവിൽ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചതാണ് കേട്ടോ. ഇന്ന് വരാൻ കാര്യം ഈ വീഡിയോ എടുക്കുന്ന ആളാണ്. അതായത് നാൻസിയുടെ മോൻ സമൂഹല് കട്ടായം നിൽക്കുകയാണ്. ഇന്ന് തന്നെ പോകണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് സാവധാനം വരാം. ഇത് മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ കുറേ മണിക്കൂറുകൾ വേണം. 1-2 മണിക്കൂർ കൊണ്ട് ഒന്നും ആവത്തില്ല. ഇങ്ങനെ വെറുതെ നടക്കുന്നു, എങ്ങും കയറിയിട്ടുമില്ല, ഒന്നുമില്ല. ആളുകളെ കണ്ടിങ്ങനെ നടക്കുന്നു, ഒരു രസം, അത്രേ ഉള്ളൂ. എന്തോ അത് തന്നെ ഒരു രസം. എല്ലാവരെയും കണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വലിയ റിവ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം അങ്ങനെയുള്ള ഞങ്ങൾ ഷോപ്പിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണുക. ഈ പിള്ളേർക്ക് ഇവിടെ വന്ന് കാണണം, അത് കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നെയാ. ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇന്ന് ഇങ്ങനെ വരാൻ പറ്റുമെന്ന്. എല്ലാവരും ഇവിടെ മേടിക്കാനൊന്നുമല്ല, എല്ലാവരും കാണാനും ഷോപ്പിങ്ങിനൊന്നും എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. സ്കൂൾ കുട്ടികളുണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. യൂണിഫോം ഇട്ടുകൊണ്ടാണ് വരുന്നത്. എല്ലാവരും വന്നിരിക്കുന്നു, എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവർ വൈകിട്ട് നടക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ. മണിക്കൂറുകൾ എങ്ങനെ പോകുമെന്നറിയത്തില്ല. ഞങ്ങളൊരു 2-3 മണിക്കൂറെങ്കിലും നടന്നു. പക്ഷേ അവസാനമാണ് മനസ്സിലായത്, അയ്യോ ഇത്രയും മണിക്കൂറുകൾ ഞങ്ങൾ നടന്നു എന്ന്. കാരണം ആ ഒരു ഒട്ടും ടയേർഡായിട്ടും തോന്നത്തില്ല. നമുക്ക് കാഴ്ചകൾ കണ്ട് നടക്കുകയും ചെയ്യാം. നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തേയില്ല. ഷോപ്പുകളൊക്കെ ധാരാളം ഇനി ഓപ്പൺ ആവാനുണ്ട്. കുട്ടികൾക്കുള്ള ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്നവർ പ്രത്യേകിച്ച് അതിനു വേണ്ടിയുള്ള ഒരു കരുതലോടുകൂടി തന്നെ പോകണം. കാരണം അവിടെ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികൾ വാശി പിടിക്കും. ഓരോ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യണമെന്ന് അവർക്കുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ അതിനകത്ത് കറങ്ങാനുള്ള സംഭവങ്ങളുണ്ട് കൊച്ചു കുട്ടികൾക്ക്.
വീണ്ടും ഞാൻ പറയുന്നു, കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് നിങ്ങൾക്ക് കണ്ടാലറിയാം. വലിയൊരു എന്താണ് കാർ റേസിങ്, ബൈക്ക് റേസിങ്, പിന്നെ ഗൺ വെച്ചുള്ള ഗെയിംസ്, ചില ഇത് കളികൾ കണ്ടാൽ നമുക്ക് ചിരി വരും. 2-3 പേര് ഗൺ വെച്ചിട്ട് അവർക്ക് ആ കണ്ണിൽ ഒരു പ്രത്യേക കണ്ണാടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളെ അവർക്ക് കാണത്തുള്ളൂ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ വെക്കടാ, വെടി വെക്കടാ, അടിക്കടാ, ഇടിക്കടാ, അത് നമുക്ക് കേട്ട് നിൽക്കുന്ന നമുക്ക് ഭയങ്കര ചിരി വരും. ഇതിവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ. വിശാലമായ പ്ലേസ് ആണ്. ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം. ഇത്രയും സ്പേസ് വേറെ എങ്ങും കാണില്ല കേട്ടോ. ഇനിയും ധാരാളം ഫുഡ് കോർട്ടുകൾ ഓപ്പൺ ചെയ്യാൻ ബാക്കിയായിരിക്കാം. ഉള്ളതെടുത്ത് നല്ല റഷുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുമുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും കൺജസ്റ്റ് അല്ല, ശരിക്കും സ്പേസ് ഉണ്ട്. ഇത് റോൾ ഗ്ലൈഡർ ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നു. കാരണം മോളുകളിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. അതായത് ഒരു 3 മിനിറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് റൗണ്ട് അടിച്ച് വരാനായിട്ട് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് കൊണ്ട് ലുലു മാൾ ഫുൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് മേള് വരെ ഉള്ളത് കാണാം. പക്ഷേ എനിക്ക് സംശയമുണ്ട് കേട്ടോ, ഇതിനകത്ത് ഇരുന്നിട്ട് അതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന്. കാരണം ഇതിനകത്ത് കയറുന്ന ടെൻഷൻ കാണും. അപ്പോൾ നടന്ന് കാണുന്നത് പോലെ ആസ്വദിച്ച് ഇതിനകത്ത് ഒന്ന് റൗണ്ട് അടിച്ച് വരാം. അത്രയുള്ളൊരു 3 മിനിറ്റ് കൊണ്ട് പലരും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മനസ്സിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് പോയപ്പോഴേ ആദ്യം മനസ്സിലുണ്ടായിരുന്നു ആദ്യം അവിടെ കയറണമെന്ന്. പക്ഷേ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ അത് ആ ചിന്തയിൽ നിന്നേ പോയി. എന്തായാലും മോളോട്ടൊക്കെ പോയിട്ട് താഴോട്ട് വീണ്ടും വരാം, എങ്ങനെ ഒരു ഊഹം വെച്ച് വെറുതെ അങ്ങ് കയറി ഇറങ്ങി നടന്നു. ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്, അയ്യോ ഹൈപ്പർ മാർക്കറ്റിൽ എനിക്ക് കയറണമായിരുന്നല്ലോ എന്ന്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് പോലും ഹൈപ്പർ മാർക്കറ്റിൽ ചിലവഴിക്കാൻ പറ്റിയില്ല. കാരണം സമയം മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചും വരണമായിരുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് കൊട്ടാരക്കര വരെ വരേണ്ട ദൂരവുമുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയിലല്ല, ബസ്സിലാണ് പോയി വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ലേറ്റാവാതെ ഇങ്ങ് വരികയും വേണം. എങ്കിലും ജസ്റ്റ് ഒരു 3-4 സെക്ഷൻ ഒന്ന് കയറി ഇറങ്ങി കണ്ടതേ ഉള്ളൂ. ഇനി വിശാലമായിട്ട് എനിക്കൊന്ന് പോകണം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പട്ടി ചന്തയ്ക്ക് പോയെന്ന്. അതുപോലെ ആയിപ്പോയി ഞങ്ങളുടെ പോക്കുവരക്കം. എങ്കിലും ഞാൻ ബോംബെ വെച്ചും ജോസാൻ എന്നെ കളിയാക്കും. ഏത് മോളിൽ പോയാലും ഡിമാർട്ടിൽ പോയാലും ആദ്യം ഞാൻ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ ചെന്നിട്ട് ഞാൻ പതിവ് തെറ്റിച്ചില്ല, ആദ്യം അങ്ങോട്ടാണ് പോയത്. അന്നേരം വീഡിയോ എടുക്കാനും മറന്നുപോയി കേട്ടോ. കാരണം ഈ പാത്രമൊക്കെ ഒന്ന് നോക്കിക്കണ്ട് എൻ്റെ മനസ്സ് അവിടാണ്. കാരണം 9 ലിറ്റർ 10 ലിറ്ററൊക്കെയുള്ള നല്ല മുട്ട
കുട്ടൻ ബിരിയാണി പോട്ടുകൾ, നല്ല ബ്രാൻഡഡ് പാത്രങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ 2500, 3000, 3500 ഇങ്ങനെയൊക്കെ റേറ്റിൽ. എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഇപ്പോഴും മനസ്സ് അതിനകത്ത് കിടക്കുക കേട്ടോ. നല്ല ബിരിയാണി പോട്ടുകൾ, അത്രയും വലുത് ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. അതെനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടേ വരത്തുള്ളൂ. പക്ഷേ ഈ നമുക്ക് സ്വന്തം വണ്ടിയല്ലല്ലോ, അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബസ്സിൽ ഇത്രയും ദൂരം സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരിക എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്ന് എനിക്കറിയത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ 2 വീലറിൽ പോയിട്ട് പറ്റുന്നതൊക്കെ ബാഗിലിട്ടുകൊണ്ട് അങ്ങനെ വരണം. എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പല വീഡിയോകളും ഓൾറെഡി കണ്ടു. ഹൈപ്പർ മാർക്കറ്റിൽ പല സാധനങ്ങൾ നമ്മൾ ഒരു മൂലയ്ക്ക് പോലും എത്തിയില്ലെന്ന് പറഞ്ഞാൽ മതി. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്ന ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു അംശം പോലും ഇല്ല, അത്രയ്ക്ക് നീണ്ടു കിടക്കുകയാണ്. അവിടെ നല്ല തിരക്കാണ്. പല സാധനങ്ങളും ഞാൻ കണ്ടു, എടുക്കണം എന്ന് വിചാരിച്ചു, എങ്കിലും യാത്രയുടെ ഇതും കൊണ്ട് എടുത്തില്ല എന്ന് പറയുന്നതാണ് ശരി. ഈ ഒരു മരം ഒറിജിനൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ ഞങ്ങൾ ഭയങ്കര തർക്കമായിരുന്നു കേട്ടോ. അവസാനം ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളതിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞാൻ പിടിച്ചൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ലുലു മാളിനോട് വിട പറയുകയാണ്. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആയപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. 3:45 തോന്നുന്നു ഇവിടെ എത്തി. ഇപ്പം സമയം 6 മണി. ഇപ്പോൾ 6 മണിയായി, ഇനി തിരിച്ച് വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരിക. നല്ല പ്ലേസാണ്, ഒന്ന് വന്നിരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പല ഷോപ്പുകളും ഓപ്പണായി വരുന്നതേ ഉള്ളൂ, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. കൊച്ചു കുട്ടികളെ കൊണ്ട് വന്നാൽ ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് അവർക്ക്. അവർക്കുള്ള ലോകമാണിത് എന്ന് തന്നെ പറയുന്നതാകും ശരി. എനിക്ക് ഭയങ്കര സങ്കടമുള്ളതെന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എനിക്ക് വേണ്ട ഒന്നും മേടിക്കാൻ പറ്റിയില്ല. കാരണം നോക്കിയെടുക്കാൻ ഒത്തിരി സമയമാവും. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് നോക്കിയൊന്ന് നടന്നതേ ഉള്ളൂ. ഇനി എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ വരും, വിശദമായിട്ട് എല്ലാം നിങ്ങളെ കാണിക്കാം. വിശദമായിട്ടൊരു പർച്ചേസിങ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ, തുടർന്ന് കാണാം. ബൈ, ടാറ്റ.